ഓരോ കോപ്പിക്കും അനേകം വായനക്കാരുമായി കേരളത്തിന്റെ ജനകീയ ദിനപത്രം ദേശാഭിമാനി. പ്രബുദ്ധ കേരളത്തിന്റെ ശബ്ദം. ദേശാഭിമാനി മുഖപ്രസംഗം 2020 നവംബർ 14 ശനിയാഴ്ച. സമ്പദ് വ്യവസ്ഥ തകർച്ചയിലേക്ക്. നരേന്ദ്രമോദി സർക്കാരിന്റെ 6 വർഷത്തെ ഭരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിച്ചുവെന്ന കാര്യത്തിൽ വലിയ തർക്കമൊന്നും ഉയരാനിടയില്ല. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുൻ സർക്കാരുകൾ രാജ്യത്ത് അവതരിപ്പിച്ച നവ ഉദാരവൽക്കരണ നയങ്ങളുടെ പതാകവാഹകരാണിപ്പോൾ ബിജെപി നേതൃത്വത്തിലുള്ള മോദി സർക്കാരും. തെറ്റായ ഈ ജനദ്രോഹ നയങ്ങളുടെ ഫലമായി സമ്പദ് വ്യവസ്ഥ ദിനംപ്രതി കൂപ്പുകുത്തുകയാണ്. 4 വർഷം മുമ്പ് നടപ്പിലാക്കിയ നോട്ട് നിരോധനം തുടങ്ങി നിരവധി വികലമായ നയങ്ങളാണ് മോദി സർക്കാർ കൈക്കൊണ്ടത്. അതിന്റെ തുടർച്ചയായാണ് മഹാമാരിക്കാലത്ത് കൈക്കൊണ്ട നയങ്ങളും നടപടികളും. വേണ്ടത്ര മുന്നൊരുക്കമില്ലാതെ ലോക്ഡൌൺ പ്രഖ്യാപിച്ചത് സ്ഥിതി കൂടുതൽ വഷളാക്കി. ഇതിന്റെ ഫലമായി സാമ്പത്തിക മേഖലയാകെ തകർന്നടിഞ്ഞു. മാർച്ച് അവസാന വാരത്തിലാണ് ലോക്ഡൌൺ പ്രഖ്യാപിച്ചത്. 40 കോടി പേർക്കാണ് ഇതിന്റെ ഫലമായി തൊഴിൽ നഷ്ടപ്പെട്ടത്. സ്വാഭാവികമായും അത് സാമ്പത്തിക പ്രവർത്തനത്തെ നിശ്ചലമാക്കി. ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടികളുണ്ടായില്ല. ഈ സാമ്പത്തിക വർഷം ആദ്യപാദം സമ്പദ് വ്യവസ്ഥ 24% ഇടിഞ്ഞത്. അൺലോക്ഡൌൺ തുടങ്ങിയ രണ്ടാം ഘട്ടത്തിലും സാമ്പത്തിക വളർച്ച തിരിച്ചുപിടിക്കാൻ മോദി സർക്കാരിനായില്ല. 2 പാക്കേജ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചുവെങ്കിലും അതൊന്നും ക്രയശേഷിയും ഉപഭോഗവും വർദ്ധിപ്പിക്കാൻ ഉതകുന്നതായിരുന്നില്ല. രണ്ടാം പാദത്തിലും സമ്പദ് വ്യവസ്ഥയിൽ 8.6% ഇടിവ് രേഖപ്പെടുത്തി. അതായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ചരിത്രത്തിലാദ്യമായി മാന്ദ്യത്തിലായി. തുടർച്ചയായി 2 പാദത്തിൽ അഥവാ 6 മാസം സമ്പദ് മേഖലയിൽ ഇടിവ് രേഖപ്പെടുത്തിയാലാണ് സമ്പദ് വ്യവസ്ഥ മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്തുക. മോദി സർക്കാരിന്റെ കാലത്ത് അതും സംഭവിച്ചിരിക്കുന്നു. ഇതും നേട്ടമായി അവതരിപ്പിക്കാൻ ഒരു മടിയുമില്ലാത്ത സർക്കാരാണിപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത്. അതോടൊപ്പം വിലക്കയറ്റവും വലിയ വിഷയമാവുകയാണിപ്പോൾ. ഒക്ടോബറിൽ ചില്ലറ വിൽപ്പന മേഖലയിൽ വിലക്കയറ്റം 7.61% ഉയർന്നിരിക്കുകയാണ്. 7.27% സെപ്റ്റംബറിലെ വിലക്കയറ്റ നിരക്കെങ്കിൽ ഒക്ടോബറിൽ അത് വീണ്ടും വർദ്ധിക്കുകയാണുണ്ടായത്. 2 മുതൽ 6% വരെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയുമെന്നായിരുന്നു റിസർവ് ബാങ്ക് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ സ്ഥിതി കൈവിടുകയാണെന്ന് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഉള്ളിക്കും ഉരുളക്കിഴങ്ങിനും മറ്റും ഉയർന്ന വില പിടിച്ചു നിർത്താൻ കഴിയാതെ പരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. നേരത്തെ പ്രഖ്യാപിച്ച 2 സാമ്പത്തിക പാക്കേജും പരാജയമാണെന്നതിന്റെ പ്രഖ്യാപനം കൂടിയാണ് രാജ്യം മാന്ദ്യത്തിലേക്ക് തലകുത്തി വീണത്. റിസർവ് ബാങ്കിന്റെ പണനയ ചുമതലയുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ മൈക്കൽ പത്ര ഉൾപ്പെടെയുള്ള സാമ്പത്തിക വിദഗ്ധർ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് രാജ്യം മാന്ദ്യത്തിലേക്ക് കടന്നുവെന്ന് സ്ഥിരീകരിച്ചത്. ഈ വാർത്തയ്ക്ക് മാധ്യമങ്ങളിൽ പ്രാധാന്യം ലഭിക്കാതിരിക്കാനെന്നോണമാണ് വ്യാഴാഴ്ച നിർമ്മലാ സീതാരാമൻ 3ാമത് പാക്കേജ് പ്രഖ്യാപിച്ചത്. മുൻ പാക്കേജുകൾ പോലെ തന്നെ ആഭ്യന്തര ക്രയശേഷിയും ഉപഭോഗവും വളർത്തുന്നതിന് ഒരു നടപടിയും കൈക്കൊള്ളാൻ ഇക്കുറിയും തയ്യാറായിട്ടില്ല. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പല പാശ്ചാത്യ രാജ്യങ്ങളും സാമ്പത്തിക പാക്കേജുകൾ പ്രഖ്യാപിച്ചപ്പോൾ ജനങ്ങളുടെ കൈവശം പണം എത്തിക്കുന്നതിനാണ് ഊന്നൽ നൽകിയത്. എന്നാൽ ജിഡിപിയുടെ 15% പാക്കേജായി പ്രഖ്യാപിച്ചപ്പോഴും ജനങ്ങളുടെ കൈവശം പണം എത്തിക്കാൻ മോദി സർക്കാർ തുച്ഛമായ കാശ് മാത്രമാണ് നീക്കിവച്ചത്. സ്വാഭാവികമായും സാമ്പത്തിക പ്രവർത്തനം നിശ്ചലമായി. അതാണിപ്പോൾ മാന്ദ്യത്തിലേക്ക് നയിച്ചതും. ഏതൊരു സമ്പദ് വ്യവസ്ഥയും തുടർച്ചയായി ഇടിവ് രേഖപ്പെടുത്തിയാൽ അത് ജനങ്ങളുടെ ജീവനോപാധികൾ തകർക്കും. സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നിരീക്ഷിച്ചതുപോലെ ജനങ്ങൾ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും എടുത്തെറിയപ്പെടും. അത് തടയണമെങ്കിൽ പൊതുനിക്ഷേപം വർദ്ധിപ്പിക്കുകയും അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും വേണം. അതുവഴി ആഭ്യന്തര വാങ്ങൽ ശേഷി കൂട്ടുകയും വേണം. കേന്ദ്ര ഗവൺമെന്റിൽ ഒഴിവുള്ള 7 ലക്ഷത്തിലധികം തസ്തികകളിൽ നിയമനങ്ങൾ നടത്താൻ സർക്കാർ തയ്യാറാകണം. ദേശീയ സ്വത്തുക്കളും വിഭവങ്ങളും കൊള്ളയടിക്കാൻ കോർപ്പറേറ്റുകൾക്ക് നൽകുന്ന സ്വകാര്യവൽക്കരണ നയം തിരുത്തുകയും വേണം. എങ്കിലേ മാന്ദ്യത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കഴിയുകയുള്ളൂ. നോട്ട് നിരോധനം വൻ പരാജയമായിരുന്നുവെന്ന് ലോകത്തെമ്പാടുമുള്ള സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടും കള്ളപ്പണം തടയാൻ ആ നടപടി സഹായിച്ചുവെന്ന് പച്ചക്കള്ളം കഴിഞ്ഞ ദിവസവും തട്ടിവിടുന്ന പ്രധാനമന്ത്രിയിൽ നിന്ന് കാര്യക്ഷമമായ ഒരു തിരുത്തൽ നടപടിയും പ്രതീക്ഷിക്കാനാകില്ല. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തവും ഇതുതന്നെയാണ്.